ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു തൻ്റെ മകന് കൊടുത്ത ചില ഉപദേശങ്ങൾ. മകനെ, നീ തൗബയെ പിന്തിക്കരുത്. മരണം ഏതു നിമിഷവും നിന്നെ പിടികൂടിയേക്കാം. അള്ളാഹുവിനെ സ്മരിക്കാത്ത ഒരു സദസ്സിലും നീ പോയി ഇരിക്കരുത്. എപ്പോഴും നീ അല്ലാഹുമ്മഗ്ഫിർലി, അള്ളാഹുവെ എനിക്ക് പൊറുക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അള്ളാഹു തട്ടാത്ത ചില സമയങ്ങളുണ്ട്. അള്ളാഹുവിൽ നിനക്ക് പ്രതീക്ഷ വേണം, പക്ഷേ ആ പ്രതീക്ഷ നിന്നെ തെറ്റു ചെയ്യാൻ പ്രേരിപ്പിക്കരുത്. അള്ളാഹുവിനെ നീ ഭയപ്പെടണം, പക്ഷേ ആ ഭയം അവൻ്റെ കാരുണ്യത്തെ തൊട്ട് നിന്നെ നിരാശനാക്കാൻ കാരണമാകരുത്. ഞാൻ മൗനം പാലിച്ചതിൻ്റെ പേരിൽ ഒരിക്കലും ദുഃഖിക്കേണ്ടി വന്നിട്ടില്ല. സംസാരം വെള്ളിയാണെങ്കിൽ മൗനം പൊന്നാണ്. അള്ളാഹുവിനെ സ്മരിക്കുന്ന സദസ്സ് കണ്ടാൽ നീ അവരുടെ കൂടെ ഇരിക്കുക. അവരിൽ അള്ളാഹുവിൻ്റെ കാരുണ്യം വർഷിക്കപ്പെടുന്നതാണ്. ദുനിയാവ് ആയമേറിയ കടലാണ്. പലരും അതിൽ മുങ്ങി നശിച്ചിട്ടുണ്ട്. തഖ്വയെ അതിൽ നീ കപ്പലാക്കുക. ഈമാൻ കൊണ്ട് അതിനെ നിറയ്ക്കുക. അള്ളാഹുവിൻ്റെ മേലുള്ള തവക്കുലിനെ അതിൽ ഇന്ധനമാക്കുക. നിന്റെ കാര്യങ്ങൾ അറിവുള്ളവരോട് കൂടിയാലോചന നടത്തുക. കടം വരുന്നതിനെ സൂക്ഷിക്കുക. അത് പകലിൽ നിന്ദ്യതയും രാത്രിയിൽ നിന്റെ ഉറക്കം കെടുത്തുന്ന ടെൻഷനുമാണ്. സ്വഭാവം മോശമായവന് സമാധാനം കുറവായിരിക്കും. ജനങ്ങൾ നിന്നെ ബഹുമാനിക്കാൻ വേണ്ടി നീ ഭക്തിയുള്ളവനായി അഭിനയിക്കരുത്. നീ മരണവീടുകൾ സന്ദർശിക്കുക. മയ്യത്ത് പരിപാലനങ്ങളിൽ പങ്കെടുക്കുക. അത് നിന്നെ പരലോകത്തെ ഓർമ്മിപ്പിക്കുന്നതാണ്. അള്ളാഹുവിനെ മറപ്പിക്കുന്ന ആഘോഷങ്ങളിൽ നീ പങ്കെടുക്കരുത്. നീ കോഴിയേക്കാൾ നിസ്സാരനാകരുത്. അത് സുബഹിക്ക് മുമ്പ് കൂകുന്നു, നീ വിരപ്പിൽ കിടന്നുറങ്ങുന്നു. അള്ളാഹുവിനോട് ഒന്നിനെയും പങ്കു ചേർക്കരുത്. നമസ്കാരം മുറ പോലെ നിർവഹിക്കണം. നന്മ കൊണ്ട് കൽപ്പിക്കണം, തിന്മയെ വിരോധിക്കണം. നിന്നെ ബാധിക്കുന്ന പ്രയാസങ്ങളിൽ ക്ഷമ കൈക്കൊള്ളണം. ആളുകളിൽ നിന്ന് അഹങ്കാരത്തോടെ മുഖം തിരിക്കരുത്. ശബ്ദം കുറയ്ക്കുക. അരോചകമായ ശബ്ദം കഴുതയുടെ ശബ്ദം തന്നെയാണ്. ഭൂമിയിൽ പൊങ്ങച്ചത്തോടെ നടക്കരുത്. ദുരഭിമാനിയെയും പൊങ്ങച്ചക്കാരനെയും അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല. നടത്തത്തിൽ മിതത്വം പാലിക്കുക. ഒരു സംഗതി അത് കടുകുമണിയോളമുള്ള ആണെങ്കിൽ പോലും അതുതന്നെ വല്ല പാറക്കെട്ടിലോ വാനലോകത്തോ ഭൂമിയിലോ എവിടെയാണെങ്കിലും ഒളിഞ്ഞുകിടന്നാലും അള്ളാഹു അതിന് ഹാജരാക്കും. മക്കളെ ഇസ്ലാമിക ചിട്ടയിൽ വളർത്താൻ ആഗ്രഹിക്കുന്ന എല്ലാ രക്ഷിതാക്കളും തങ്ങളുടെ മക്കൾക്ക് നൽകേണ്ട ഉപദേശങ്ങളാണ് മേൽ പറയപ്പെട്ടത്. സത്യം മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് ജീവിതത്തിൽ പകർത്തി റബ്ബിൻ്റെ പൊരുത്തത്തിൽ ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ.